അപ്പോൾ ഗൈസ് നമുക്കിന്ന് കുറച്ച് ഞണ്ട് പിടിച്ച് കറി വെച്ചാലോ. ബിജുണ്ണനുണ്ട്. ഗൈസ് നമുക്ക് അടിക്കുന്നതെല്ലാം കോരക്കുഞ്ഞുങ്ങളാണ്. കുറച്ച് റിലീസ് ചെയ്ത് ലിവന്മാർക്കൂടെ കൊടുക്കുക. ലിവന്മാർ തന്നെ തിരിച്ച് പിന്നെയും കൊത്തും. എൻ്റെ കൈ കിട്ടുന്നില്ല. നല്ലൊരു ഇറുക്ക് കിട്ടിയിട്ടുണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന്. പൊളി. വീണ്ടും വീണ്ടും കോരക്കുഞ്ഞുങ്ങൾ. റിലീസിങ് സൈസാണ്. തിരിച്ചു വിട്ട ഇവന്മാർ പിന്നെ ചൂണ്ടക്കൊത്തും. അതുകൊണ്ട് നമുക്ക് ഇവന് കൊടുക്കാം. ഇവനാണ് ഇവിടുത്തെ സീനിയർ. ഇവൻ വന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണവും പോകും. ബാക്കി രണ്ട് കരിമ്പൂച്ചോളും. ഇപ്പം കുറച്ച് പേടിയുള്ളതാണ്. പോയി എടുക്കടാ പോച്ചേ. തപ്പിയെടുക്കാം. അതിൻ്റെ അകത്തുണ്ട്. അവന് കൊടുക്കാൻ വെച്ചിരുന്ന രണ്ട് മീനും പോയി. വേറെണ്ണം കിട്ടിയിട്ടുണ്ട്. കൊടുത്തു നോക്കാം. എന്നാ പിടിച്ചോ. അതിനെ കളഞ്ഞ ലക്ഷണമാണ്. പിടിച്ച മീനെല്ലാവൻ വെറുതെ കൊണ്ട് കളഞ്ഞു. പ്രായമായതുകൊണ്ട് തോന്നുന്നു. പ്രായമുണ്ട്. അവന് കണ്ണു കാണില്ലെന്ന് തോന്നുന്നു. നമ്മുടെ കരിമ്പൂച്ചകൾ താവട്ടിറങ്ങി മീനെ തപ്പിയെടുക്കും. ഇവനറിയില്ല. കൊടുക്കുന്ന മീനെല്ലാം അവൻ താവട്ട് കളയും. മീനെ കട്ട് ചെയ്ത് കൊടുക്കാം. എടുത്തോ. എടുത്തോ. എടുത്തോടാ. ഞാൻ ഇവിടെ നിന്നിട്ടാണ് മാറാം. എടുത്തോ. കുറേ ഇരുന്ന് ആലോചിച്ച് സേഫാണെന്ന് തോന്നിയപ്പം മീൻ കഴിക്കാൻ തുടങ്ങി. തിന്നട പൂച്ചേ. ഓക്കെ ആണോ? കൊടുത്ത മീൻ ഒരെണ്ണമായാലും കിട്ടിയല്ലോ. ഇവനെ നമുക്ക് തിരിച്ചിടും. ഇവനെന്തോ വൈകാരികമുള്ള ഒരു ജണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഞണ്ടുമായിട്ട് നമ്മൾ പോവാണ്. ഇപ്പോഴത്തന്നെ ഒരുപാട് ലൈറ്റാണ്. ഇനി ഇവനെ ക്ലീൻ ചെയ്ത് മഹേഷേട്ടൻ്റെ വക സ്പെഷ്യൽ ഞണ്ട് കറി. മഹേഷേട്ടൻ ഒരു കുക്കിംഗ് എക്സ്പെർട്ട് ആയതുകൊണ്ട് കറിയൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. റൈസ്